നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അമ്മേ ദേ സിദ്ധുവിനെ നോക്കി. അമ്മേ ദേ സിദ്ധുവിനെ നോക്കി. സിദ്ധു ദേവേട്ട, യാമിനി പറഞ്ഞതുപോലെ ആ ഫോട്ടോകൾ കണ്ടതിന്റെ ഇമ്പാക്റ്റ് ആണ് സിദ്ധുവിനെ കാണുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. എനിക്കത് തോന്നുന്നുണ്ട്. സിദ്ധുവിന് മാറ്റം ഉണ്ടാവും. നമ്മുടെ കുട്ടൻ പഴയതുപോലെയാവും. പഴയ പല കാര്യങ്ങൾക്കും സിദ്ധുവിന്റെ ഓർമ്മകളെ തിരിച്ചു കൊണ്ടുവരാനാവുമെന്ന് യാമിനി പറഞ്ഞതിൽ കാര്യമുണ്ട്. ഇപ്പൊ അവളിലുള്ള വിശ്വാസം എനിക്ക് കൂടുക. അമ്മയുടെ മോൻ എത്ര സ്മാർട്ടാണെന്നറിയോ? ആണോ? ഞാൻ നല്ല സ്മാർട്ടാ. അതെ വന്നേ. എടാ ഞാൻ പോരാ. സുന്ദരനായിട്ടുണ്ട് എന്റെ മോൻ. സത്യാണ് അച്ഛാ. എന്തടി എന്താ? ആ പെണ്ണുപിള്ള മരുന്ന് പോലും ഇല്ലാതെ സിദ്ധാർത്ഥന്റെ അസുഖം ഭേദമാക്കുമെന്ന് തോന്നല്ലോ. എടി അതാണ് സൈക്കാട്രിസ്റ്റുമാരുടെ ജോലി. എങ്ങനെ വേണമെങ്കിലും അവര് പിന്നെ ചികിത്സ ചെയ്യും. നമ്മൾ ഇനി എന്ത് ചെയ്യും? എന്താണ് യാമിനി മനസ്സിൽ കാണുമ്പോൾ നമ്മളത് മാനത്ത് കാണണം. ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുമ്പേ. കാള കിടക്കും കയറോടും ഏങ്ങുന്ന അമ്മയ്ക്ക് കുരയ്ക്കുന്ന അച്ഛൻ. നീ എന്തൊക്കെയാണ് ഈ പറയുന്നേ? നിങ്ങൾ എന്താ പഴഞ്ചൊല്ലി പറഞ്ഞ് കളിക്കാണോ മനുഷ്യ? ആ യാമിനിയുടെ ചികിത്സ ഫലിക്കാതിരിക്കാൻ എന്തോ ഒരു വഴി, അത് പറ. വഴിയുണ്ട്. യാമിനിയുടെ പദ്ധതി പൊളിക്കാനുള്ള ഒരു കിക്കിടിലം പരിപാടിയുണ്ട് എന്റെ കയ്യിൽ. എന്താണാവോ കിക്കിടിലം പ്ലാൻ? ഒരു ഋഷിയുടെ കല്യാണം വാതിക്കെ വന്ന് നിൽക്കയില്ലേ? അപ്പോ സ്വാഭാവികമായിട്ട് ഈ വീട് അടിച്ചു വരാൻ കുറെ ജോലിക്കാര് വരും. അവര് വന്നിട്ട് അവര് വരുമ്പോ ബഹളവോ കോലാഹലമോ ഉണ്ടാക്കി സിദ്ധാർത്ഥന്റെ മുറിയിലുള്ള സകല ഫോട്ടോകളും എന്നേക്കുമായി ഞാൻ നശിപ്പിച്ചു കളയും. ആ ഫോട്ടോകൾ അവിടെ ഉണ്ടെങ്കിലല്ലേ യാമിനിയുടെ പദ്ധതികൾ വർക്കൗട്ടാവും. അത് നശിച്ചു പോയാൽ അത് തീർന്നു. അതുകൊണ്ട് നീ പേടിക്കാതെ സമാധാനിക്കേ. ഇതുപോലെ പല പദ്ധതികളും മുമ്പും ദാസേട്ടൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എന്തായി? എല്ലാം നനഞ്ഞ പടക്കം പോലെ ഫ്ലോപ്പായി. ഇതെങ്കിലും സക്സസ് ആവോ? എടി ഈ ഹരിദാസനെ നിനക്കറിയില്ല. വെട്ടിയിട്ട മുറി കൂടുന്ന ജന്മമായത്. ഞാനൊരു കാര്യം നിശ്ചയിച്ചാൽ അത് നടത്തിയിരിക്കും.
അവൻ ജീവിതകാലം മുഴുവൻ ഇതുപോലെ തന്നെയായിരിക്കും. തീരുമാനിച്ചത് തന്നെയാണ്. അതിന് യാതൊരു മാറ്റവും ഉണ്ടാവില്ല. ആരൊക്കെ എതിർത്താലും എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്നത് ഗോപികയെ തന്നെയായിരിക്കും. അല്ല, നിന്റെ വിവാഹം ഫിക്സ് ചെയ്തിരിക്കുന്ന സ്ഥിതിക്ക് അതെങ്ങനെ സാധിക്കും? അതൊന്നും എന്റെ വിഷയമല്ല. ഞാൻ എന്തെങ്കിലും ചെയ്ത് ഗോപികയെ വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവരും. എടാ, എല്ലാവരും നിങ്ങളുടെ കാര്യത്തിൽ വളരെ വിജിലന്റ് ആയിരിക്കുക. ഇത് നടക്കുന്ന കാര്യമാണോ? എനിക്ക് തോന്നുന്നില്ല. നിനക്ക് തോന്നുന്നുണ്ടോ? എനിക്കും തോന്നില്ല. ഒരു ഐഡിയ ഉണ്ട്. നമ്മുടെ ശാന്തിയില്ലേ, നേഴ്സ് ശാന്തി, അവള് നമുക്കൊപ്പം എന്ത് കാര്യത്തിനും കൂട്ടു നിൽക്കുന്ന കക്ഷി. അത് ശരിയാണ്. പക്ഷെ അവളെ വെച്ച് നീ എന്ത് ചെയ്യാൻ പോകുന്നു? അവളെ സോപ്പിട്ട് കുറച്ച് മയക്കുമരുന്ന് സംഘടിപ്പിക്കാം. എന്നിട്ട് ആ മയക്കുമരുന്ന് രഹസ്യമായിട്ട് ജ്യൂസിൽ കലർത്തി ഗോപികയ്ക്ക് കൊടുക്കാം. ആ ജ്യൂസ് കുടിക്കുന്ന ഗോപിക ബോധം കെടും. അന്നേരം അവളെ എങ്ങനെയും വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞ് പുറത്ത് കടത്തണം. എടാ, അതത്ര സക്സസ് ആവാൻ തോന്നില്ല കേട്ടോ. അതൊക്കെ എനിക്ക് വിട്ടേക്ക്. അല്ല, അപ്പൊ നീ എങ്ങനെ രക്ഷപ്പെടും? ഞാൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടോളാം. നിങ്ങൾക്ക് ഞാൻ പറയുന്ന പോലെ ചെയ്യാൻ പറ്റുമോ? ചെയ്യടാ, നിന്റെ ഐഡിയ പോലെ തന്നെ നടക്കട്ടെ. എന്തിനും നമ്മൾ കൂടെ ഉണ്ട്. ഇറങ്ങിക്കോ. ചേട്ടാ, വരണം. ഇരിക്കും. ഇരിക്കും. പറയണം. എന്റെ പേര് ദേവിക എന്ന. ഇത് എന്റെ മുത്തശ്ശന. നാരായണൻ നായർ. എന്താ വേണ്ടത്? നേരിട്ട് വിഷയത്തിലേക്ക് വരാം. ഞങ്ങൾക്ക് കുറച്ച് പണത്തിൻ്റെ ആവശ്യമുണ്ട്. കൊച്ചുമോളുടെ കല്യാണമാണ്. അതിന് സ്വർണം വാങ്ങണമെങ്കിൽ വായ്പ എടുത്തേ പറ്റൂ. ഇദ്ദേഹം സ്വർണം വാങ്ങാനായിട്ട് പണം കടം കൊടുക്കാറുണ്ടെന്ന് അറിഞ്ഞിട്ടാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. കേട്ടത് ശരി തന്നെയാ. സ്വർണം വാങ്ങാൻ ഞാൻ പണം കടം കൊടുക്കാറുണ്ട്. പക്ഷേ അത് ഏതെങ്കിലും തരത്തിൽ പരിചയമുള്ളവർക്ക് മാത്രമേ കൊടുക്കൂ. നിങ്ങളെനിക്ക് തീരെ പരിചയമില്ലല്ലോ. നമ്മൾ തമ്മിൽ ആദ്യമായിട്ടല്ലേ കാണുന്നത്. ഞങ്ങൾ ഈ നാട്ടിൽ പുതിയതാണ്. ഇവിടെ താമസം തുടങ്ങിയിട്ട് കുറച്ചേ ആയുള്ളൂ. പരിചയമില്ലാത്തവർക്ക് പണം തരാൻ പറ്റില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.